Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സ്കെച്ചപ്പിലെ സാൻഡ് ബോക്സ് ടൂളിനെ കുറിച്ചിട്ടാണ്. സാൻഡ് ബോക്സ് ടൂൾ പറഞ്ഞാൽ ഈ ഒരു 7 ടൂൾ മൊത്തത്തിൽ പറയുന്നവരാണ് സാൻഡ് ബോക്സ് ടൂൾ. ഇതിവിടെ ഇല്ലാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് വ്യൂ കൺട്രോൾ ഓപ്ഷൻ എടുക്കുക, അതിൽ ടൂൾ ബാർസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അതിൽ നിന്ന് സാൻഡ് ബോക്സ് ജസ്റ്റ് ഓൺ ആക്കി കൊടുത്ത് നമുക്ക് സാൻഡ് ബോക്സ് എടുക്കാവുന്നതാണ്. ഇവിടെ സാൻഡ് ബോക്സ് ഓൾറെഡി ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഞാൻ സാൻഡ് ബോക്സ് ജസ്റ്റ് ഓഫ് ആക്കി കൊടുക്കണം. ടിക്ക് ഓഫ് ചെയ്താൽ അത് പോകുന്നത് കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് സാൻഡ് ബോക്സ് വേണമെങ്കിൽ ഇപ്പോൾ പറഞ്ഞ രീതിയിൽ എടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ ജസ്റ്റ് മൗസ് പോയി റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം സാൻഡ് ബോക്സ് ജസ്റ്റ് ഓൺ ആക്കി കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് വിൻഡോസ് കൊണ്ടുള്ള ഓപ്ഷൻ കാണാം. വിൻഡോസിൽ എക്സ്റ്റൻഷൻ മാനേജർ കൊണ്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അതിൽ നിന്ന് സാൻഡ് ബോക്സ് ജസ്റ്റ് എനേബിൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമുക്ക് സാൻഡ് ബോക്സ് എടുക്കാവുന്നതാണ്. ഈ സാൻഡ് ബോക്സ് ടൂൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് പറഞ്ഞാൽ നമുക്ക് ടെറൈൻസ് ക്രിയേറ്റ് ചെയ്യാൻ, ഹിൽസ് ക്രിയേറ്റ് ചെയ്യാൻ, ലാൻഡ്സ്കേപ്പ് എഡിറ്റ് ചെയ്യുക, സൈറ്റ് മോഡൽ, അതിനൊക്കെയാണ് കൂടുതലായിട്ട് സാൻഡ് ബോക്സ് നമ്മൾ യൂസ് ചെയ്യുക. സാൻഡ് ബോക്സിൽ 7 ടൂൾസ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് ഫ്രം കോൺട്രോൾസ് കൊണ്ടുള്ള ഓപ്ഷനാണ്. നമുക്ക് ആ ടൂൾസ് എടുക്കാൻ വേണ്ടിയിട്ട് കണ്ട ഫ്രം കോൺട്രോൾസ് കൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനായിട്ട് നമ്മൾ കുറച്ച് ലൈൻസ് വരച്ചു കൊടുത്തിട്ടുണ്ട്. കണ്ട ഇവിടെ കുറച്ച് കോൺട്രോൾ ലൈൻസ് ഡിഫറെന്റ് എലിവേഷൻസിലും ഡിഫറെന്റ് രീതിയിൽ നമുക്ക് വരച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഓട്ടോ കാർഡിൽ വരയ്ക്കുക, അതിനുശേഷം ഇതിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് സ്കെച്ചപ്പിൽ അങ്ങനത്തെ ലൈൻസ് നമുക്ക് ഒന്നെങ്കിൽ ലൈൻ ടൂൾ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഫ്രീ ഹാൻഡ് വെച്ചിട്ട് വരയ്ക്കാൻ പറ്റും. അതിനനുസരിച്ച് നമ്മൾ ജസ്റ്റ് കുറച്ച് ലൈൻസ് വരച്ചു കൊടുത്തു. അതിനുശേഷം കംപ്ലീറ്റ് ലൈൻസ് ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഫ്രം കോൺട്രോൾ കൊണ്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ കണ്ട നമുക്ക് ഈ ഓരോ ഫേസുകളും കണക്ട് ചെയ്തിട്ടുണ്ടായിട്ടുള്ള ട്രയാങ്കുലർ ഫേസസ് ആണ്. അതിന് പറയുന്ന പേരാണ് ടിന്ന്, ട്രയാങ്കുലേറ്റഡ് ഇറഗുലർ നെറ്റ്വർക്ക്. അതായത് ഡിഫറൻസ് എലിവേഷനുള്ള പോയിന്റ്സ് ആണ് ഈ പോയിന്റ്സ് ഒക്കെ. ഈ പോയിന്റ്സ് തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ള ട്രയാങ്കുലർ ഫേസസ് കണക്ട് വെച്ചിട്ടാണ്. അപ്പൊ നമുക്കത് ഇവിടെ ഓൾറെഡി വിസിബിൾ ആണ്. അത് ഹിഡൻ ജോമെട്രി എനേബിൾ ആയതുകൊണ്ടാണ് അത് വിസിബിൾ ആയിട്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഓഫ് ആക്കണമെങ്കിൽ ജസ്റ്റ് വ്യൂവിൽ പോവുക, ഹിഡൻ ജോമെട്രി ജസ്റ്റ് ഓഫ് ആക്കി കൊടുക്കുക. അപ്പൊ അങ്ങനെ നമുക്ക് ഓഫ് ആക്കി കൊടുക്കാൻ പറ്റും. ഇതാണ് നമ്മൾ വരച്ച ഒരു ഷേപ്പ് വന്നിട്ടുള്ളത്. നമുക്ക് ഈ ഒരു വരച്ചത് നമുക്കൊരു ഗ്രൂപ്പ് ആയിട്ടാണ് വന്നിട്ടുണ്ടാവുക. അതായത് നമുക്കിത് മൂവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം മൂവ് ടൂൾ എടുക്കുക, ജസ്റ്റ് ഷിഫ്റ്റ് കീ പ്രസ് ചെയ്തിട്ട് ആണെങ്കിൽ മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് മൂവ് ചെയ്യാം. ഞാൻ ജസ്റ്റ് മൂവ് ചെയ്തു. അപ്പൊ മൂവ് ചെയ്തപ്പോ കണ്ട നമുക്കൊരു കറക്റ്റ് ഷേപ്പ് കിട്ടി. അപ്പൊ അതൊരു ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് എസ്കേപ്പ് അടിച്ചു. ഇനി നമുക്ക് സ്റ്റൈൽസ് കൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ട്. സ്റ്റൈൽസ് കൊണ്ടുള്ള ഓപ്ഷനിൽ ഇവിടെ പ്രൊഫൈൽസ് കൊണ്ടുള്ള ഓപ്ഷൻ നമ്മൾ ടിക്ക് ഓഫ് ആണ്. ടിക്ക് ഓഫ് ആയതുകൊണ്ടാണ് ഇത് കറക്റ്റ് ഒരു ഷേപ്പിൽ കിട്ടുന്നത്. ഇതിന്റെ ഇവിടെ ഒന്നും ഒരു എക്സ്ട്രാ ലൈൻസ് പോലും ഒന്നും കാണാനില്ല. ജസ്റ്റ് പ്രൊഫൈൽ ഓൺ ആക്കി കൊടുക്കുകയാണ്. പ്രൊഫൈൽ ഓൺ ആക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ ലൈൻസ് ഒക്കെ ഓൺ ആണെന്ന് കാണാൻ പറ്റും. കണ്ട അപ്പൊ നമ്മൾ വരയ്ക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ഓരോ ലൈൻസ് ഒക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ലൈൻസ് നമുക്ക് ഓഫ് ആക്കണമെങ്കിൽ ഇവിടെ സ്റ്റൈൽസ് പോവുക, അതായത് എഡിറ്റ് കൊണ്ടുള്ള ഓപ്ഷനിൽ സ്റ്റൈൽസിൽ എഡിറ്റിൽ പ്രൊഫൈൽ ജസ്റ്റ് ഓഫ് ആക്കി കൊടുത്താൽ മതി. കണ്ട അപ്പൊ നമുക്ക് അങ്ങനത്തെ ഷേപ്പുകളൊക്കെ പോയി കിട്ടും. നമുക്ക് വേറെ മെത്തേഡ് ഉണ്ട് ഇത് വരയ്ക്കാൻ തന്നെ. അതാണ് ഫ്രം സ്ക്രാച്ച് കൊണ്ടുള്ള മെത്തേഡ് വരയ്ക്കുക. ആ ഒരു മെത്തേഡ് വരയ്ക്കുമ്പോൾ തന്നെ ഗ്രിഡ് സ്പേസിംഗ് കൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. ജസ്റ്റ് 20 എത്രയാണ് നമുക്ക് കീബോർഡ് ടൈപ്പ് ചെയ്യുന്നത് നേരെ അവിടെ വരുന്ന കാണാൻ പറ്റും. ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. 20 വന്നു. ഇനി ഞാനിപ്പോ ഗ്രിഡ് സ്പേസിംഗ് വളരെ കുറവാണ് കൊടുത്തത്. അതിനുശേഷം ഫസ്റ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. കണ്ടാ വളരെ കുറവായതുകൊണ്ടാണ് ഇത്ര ഇതിൽ വന്നുള്ളത്. അതിനുശേഷം നമുക്ക് സെക്കൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്യാം. നമുക്ക് കറക്റ്റ് ആക്സസിൽ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഓരോ കളർ വരും. ഗ്രീൻ കളർ വരുമ്പോൾ കണ്ട കറക്റ്റ് ഗ്രീൻ ആക്സസിന് പാരലായിട്ടായിരിക്കും. നമുക്ക് കറക്റ്റ് ഒരു പ്ലെയിൻ ആയിട്ട് വരയ്ക്കണമെങ്കിൽ ആക്സസിന് പാരലാവുമ്പോൾ ജസ്റ്റ് ചെക്ക് ചെയ്യുക. കണ്ട ഗ്രീൻ കളർ. അപ്പൊ സെക്കൻഡ് പോയിന്റ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ഈ ഒരു ഡയറക്ഷനിൽ എത്രയാണ് വേണ്ടത് അതും ജസ്റ്റ് മൗസ് ക്ലിക്ക് ചെയ്യുക, ഒന്ന് ഡ്രാഗ് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ ഗ്രിഡ് സ്പേസിംഗ് വളരെ കുറവാണ് കൊടുത്തുള്ളത്, 20. നമ്മൾ ഗ്രിഡ് സ്പേസിംഗ് വളരെ കുറവ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് മൈന്യൂട്ട് ഡീറ്റെയിൽസ് പോലും നമുക്ക് ലാൻഡ്സ്കേപ്പ് എഡിറ്റ് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ നന്നായി ഗ്രിഡ് സ്പേസിംഗ് കുറവ് കൊടുത്തിട്ട് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ സിസ്റ്റത്തിനെ ബാധിക്കും. സിസ്റ്റത്തിന് അത്ര കപ്പാസിറ്റി ഇല്ലെങ്കിൽ ഹാങ് ഒക്കെ ആവാൻ സാധ്യതയുണ്ട്. ഗ്രിഡ് സ്പേസിംഗ് വളരെ കുറവ് കൊടുക്കാണ്ടിരിക്കുക, കുറച്ചൊക്കെ കൊടുക്കുക. ഗ്രിഡ് സ്പേസിംഗ് തീരെ കൊടുക്കാണ്ടിരുന്നാൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ അത്ര സ്മൂത്ത് കിട്ടിയെന്ന് വരില്ല. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ കൊടുക്കുക. അതിനുശേഷം ഞാൻ ജസ്റ്റ് സ്പേസ് അടിച്ചു, എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഇതും ഒരു ഗ്രൂപ്പ് ആയിട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക. നമുക്ക് ഇത് എഡിറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ ഗ്രൂപ്പ് ഡബിൾ ചെയ്ത് ഓൺ ചെയ്യുക. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് സ്മൂവ് കണ്ടുള്ള ഓപ്ഷൻ ഉണ്ട്. സ്മൂവ് കണ്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് ഞാൻ ക്ലിക്ക് ചെയ്യാണ്. സ്മൂവ് കണ്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു റേഡിയസിൽ ഒരു റെഡ് സർക്കിൾ റേഡിയസിൽ വന്ന് കാണാൻ പറ്റും. അതിന്റെ റേഡിയസ് എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ 50 സെന്റിമീറ്റർ ആണ്. എഡിറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് 40 മതിക്ക് 40, അല്ലെങ്കിൽ 100 വേണോ 100 വേണമെങ്കിൽ ജസ്റ്റ് 100 ടൈപ്പ് ചെയ്യുക, എൻ്റർ അടിക്കുക. അപ്പൊ സർക്കിളിന്റെ റേഡിയസ് വന്ന് കൂടി കാണാൻ പറ്റും. അതിനുശേഷം ഒരു പോയിന്റ് ക്ലിക്ക് ചെയ്യുക. പോയിന്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം കണ്ട നമുക്ക് മൗസ് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് കൂട്ടാൻ പറ്റും. കണ്ട നമുക്ക് അതിനനുസരിച്ച് ഷേപ്പുകൾ വൃത്തിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. 100 വരെ 150 ആണെന്ന് വിചാരിക്കുക. 150 ടൈപ്പ് ചെയ്യുക, ജസ്റ്റ് എൻ്റർ അടിക്കുക. അതിനുശേഷം ആ സർക്കിളിന്റെ റേഡിയസ് ഇൻക്രീസ് ആയി കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് 150 അടിച്ചു. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് ഷേപ്പുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.
ഇതിനാണ് നമ്മൾ ഈ ഒരു ടൂൾ യൂസ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് എസ്കേപ്പ് അടിച്ചു, ജസ്റ്റ് സ്പേസ് ബാർ അടിച്ചാൽ ഈ ടൂളിൽ നിന്ന് എസ്കേപ്പ് ആവുന്നതാണ് പറ്റും. ഇനി നമുക്കൊരു ഇതിലേക്കൊരു റെക്ടാങ്കിൾ ഷേപ്പിലോ ഏതെങ്കിലും ഷേപ്പിൽ നമുക്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷനാണ് ഇത് കേട്ടോ, സ്റ്റാമ്പ് തൊട്ടുള്ള ഓപ്ഷൻ, അതായത് ഒരൊട്ടിക്കുന്ന പോലത്തെ ഒരു ഓപ്ഷൻ. അപ്പൊ അത് നമുക്കൊരു ഈ ഒരു ആദ്യം ഈ ഒരു ഒബ്ജക്ട് നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ആക്കണം. അതായത് ഇതൊരു ഗ്രൂപ്പ് ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഇത് ഓപ്പൺ ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഇത് ഗ്രൂപ്പ് ഓപ്പൺ ആയി. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒരു റെക്ടാങ്കിൾ വരച്ചു കൊടുക്കണം. റെക്ടാങ്കിൾ ജസ്റ്റ് വരച്ചു കൊടുത്തു, ആക്സിസ് മാറുന്നത് കാണാൻ പറ്റും കണ്ടോ. നമുക്ക് ഈ ഒരു ആക്സിസിലാണ് നമുക്ക് വേണ്ടത്, ജസ്റ്റ് ഒരു റെക്ടാങ്കിൾ വരച്ചു കൊടുത്തു. അതിനുശേഷം ജസ്റ്റ് മൂവ് ടൂൾ യൂസ് ചെയ്യുക. ഈ റെക്ടാങ്കിൾ മൂവ് ടൂൾ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് ഇതിനെ നേരക്ക് വരുന്ന വരെ, അതായത് കണ്ട മൂവ് ടൂൾ യൂസ് ചെയ്യുക. ഇപ്പൊ ഇതിന്മേ അറ്റാച്ച് ചെയ്തിട്ടല്ലാണ്ട് കുറച്ച് ഹൈറ്റില് കണ്ട. അപ്പൊ ബ്ലൂ കളർ വരുന്നതാണ് ഏറ്റവും. ബ്ലൂ കളർ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും കറക്റ്റ് ഇതിന് മേലെ കൂടെയാണ് പോകുന്നത്, മനസ്സിലാൻ പറ്റും. ജസ്റ്റ് ഓൺ ആക്കി കൊടുക്കുക. അപ്പൊ കണ്ട കറക്റ്റ് ഈ ഫേസിന്റെ ടോപ്പിലാണ് കിടക്കുന്നത്. അപ്പൊ നമ്മൾ ഈ വരേണ്ട ഷേപ്പ് നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മൾ വരേണ്ട ഷേപ്പ് സെലക്ട് ആയി കഴിഞ്ഞാൽ ഈ ഒരു ടൂൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക, സ്റ്റാമ്പ് ബോട്ടിൽ ഓപ്ഷൻ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം സെലക്ട് ചെയ്യുമ്പോൾ കണ്ട ഒരു റെഡ് കളറിൽ നമ്മൾ റെക്ടാങ്കിളിന് ചുറ്റും വന്നു കാണാൻ പറ്റും. അതാണ് ഓഫ്സെറ്റ് ഡിസ്റ്റൻസ്. ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ 60 ആണ് ഓർഡർ ഉള്ളത്, 50 മതി, 50 മതി, ജസ്റ്റ് 50 ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഏത് ഫേസിലേക്കാണ് വരേണ്ടത് ആ ഫേസ് ജസ്റ്റ് സെലക്ട് ചെയ്യുക. ആ ഫേസിലേക്ക് വരുമ്പോൾ ഒരു സെലക്ഷൻ വരുന്നതാണ് പറ്റും. അപ്പൊ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ കണ്ട നമ്മൾ വരച്ച ഷേപ്പ് കറക്റ്റ് ഇവിടെ വന്നു കാണാൻ പറ്റും. ആ ഷേപ്പിന് ചുറ്റും ഒരു ചെറിയ ഡിസ്റ്റൻസ് നമുക്ക് കാണാൻ പറ്റും. അതാണ് നമ്മൾ ഓഫ്സെറ്റിൽ എത്രയാണ് കൊടുത്തത് ആ ഡിസ്റ്റൻസ്. അപ്പൊ കണ്ട നമുക്ക് ഒരു റെക്ടാങ്കിൾ ഷേപ്പിൽ ഒരു ഒബ്ജക്ട് ഒരു ഷേപ്പ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് അങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും, സ്റ്റാമ്പ് പോലത്തുള്ള ഓപ്ഷൻ. ഇനി വേറൊരു ഓപ്ഷൻ ഉണ്ട്, ഞാൻ ജസ്റ്റ് സ്പേസ് ബാർ അടിച്ച് ഔട്ട് സൈഡിലേക്ക് വന്നു. നമുക്ക് ഇവിടെ റോഡ് ക്രിയേറ്റ് ചെയ്യണം വിചാരിക്കുക. പക്ഷെ ആ റോഡിന്റെ ഷേപ്പ് കറക്റ്റ് ഇതിലൂടെ തന്നെ പാസ് ചെയ്യണം. അങ്ങനത്തെ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു വേറെ ഓപ്ഷൻ ഉണ്ട്, ട്രാപ്പ് പോലത്തുള്ള ഓപ്ഷൻ. അതിനായിട്ട് ഞാൻ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ഇത് ഓൺ ആക്കുക. അതിനുശേഷം ജസ്റ്റ് ഒരു റെക്ടാങ്കിൾ എടുത്തു, അതിനുശേഷം ലോങ് ഉള്ള ഒരു റെക്ടാങ്കിൾ വെച്ച് കൊടുത്തു. അതിനുശേഷം ഇതൊരു മൂവ് ടൂൾ യൂസ് ചെയ്യുക, മൂവ് ചെയ്തതിനു ശേഷം ഈ ഒരു ഫേസിലെത്തിയതിനു ശേഷം കറക്റ്റ് ടോപ്പിലേക്ക് പോകുമ്പോൾ വേണ്ട കറക്റ്റ് അതിന്റെ ടോപ്പിലേക്ക് വരുന്നതാണ് ഏറ്റവും കണ്ട. ഗ്രീൻ കളറിലുള്ള ഒരു ബ്ലൂ കളറിലുള്ള ഒരു ആക്സിസ് നമുക്ക് കറക്റ്റ് ആയിട്ട് മൂവ് ആദ്യം ഈ ഫേസിലേക്ക് കൊണ്ടുവരിക. അതിനുശേഷം ബ്ലൂ കളറിലുള്ള ആക്സിസ് വരുന്നതാണ്. അപ്പൊ നമ്മൾ ജസ്റ്റ് മൂവ് ചെയ്യുക. അപ്പൊ ഈ ഒരു ഫേസിന് കറക്റ്റ് ടോപ്പിലായിരിക്കും. അപ്പൊ നമ്മൾ വരേണ്ട ഷേപ്പ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ഷേപ്പിലേക്കാണ് അത് വരേണ്ടത്. അപ്പൊ നമ്മൾ ജസ്റ്റ് ഡ്രാപ്പ് കൊണ്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഏത് ഫേസിലേക്കാണ് വരേണ്ടത് ആ ഫേസ് ജസ്റ്റ് സെലക്ട് ചെയ്യുക. കണ്ട അപ്പൊ നമ്മൾ വരച്ചു കൊടുത്ത ആ ഒരു റെക്ടാങ്കിൾ ഷേപ്പ് ഈ ഒരു ഫേസിൽ അറ്റാച്ച് ആയിട്ടുണ്ട്. ഈ ഒരു ഫേസിൽ ഈ ഫേസ് എങ്ങനെയാണോ ഈ ഫേസ് ചേർന്നിട്ടാണെങ്കിൽ അതിനനുസരിച്ചായിരിക്കും ഷേപ്പ് ക്രിയേറ്റ് ആവുക. അപ്പൊ അതിനാണ് ആ ടൂൾ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് ഈ ഒരു ഷേപ്പിലേക്ക് ജസ്റ്റ് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ ജസ്റ്റ് എസ്കേപ്പ് അടിച്ചു, ആ ഒരു ഫേസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് മെറ്റീരിയൽസിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുത്തണമെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ഇപ്പൊ കൊടുക്കണം, ജസ്റ്റ് മാറ്റം വരുത്താം. അപ്പൊ അങ്ങനെ നമുക്ക് മാറ്റം വരുത്തണമെങ്കിൽ ഈ മാറ്റം വരുത്താം. അതിനാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് സ്പേസ് ബാർ അടിച്ചു. നമുക്ക് ആഡ് ഡീറ്റെയിൽസ് കൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ആഡ് ഡീറ്റെയിൽസ് കൊണ്ടുള്ള ഓപ്ഷൻ പറഞ്ഞാൽ ഞാൻ ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു. നമുക്ക് കുറച്ച് ഈ ഒരു ഏരിയയിൽ കുറച്ചും കൂടി നമുക്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യണമായിരിക്കുക. ഞാനൊരു ഫേസ് സെലക്ട് ചെയ്തു. ആ ഫേസ് സെലക്ട് ചെയ്തതിനു ശേഷം ഞാൻ ജസ്റ്റ് കുറച്ചും കൂടി ഡ്രാഗ് ചെയ്തിട്ട് ഈ കംപ്ലീറ്റ് ഫേസ് സെലക്ട് ചെയ്തു. ഇവിടെ കുറച്ചുകൂടി നമുക്ക് ഡീറ്റെയിൽസ് കൂടുതൽ പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യക്ക് ആ സെലക്ട് ചെയ്തതിനു ശേഷം ആഡ് ഡീറ്റെയിൽസ് കൊണ്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. കണ്ടോ അപ്പൊ അവിടെ കണ്ട കുറച്ചും കൂടി ട്രയാങ്കുലർ ഫേസ് കൂടി ചേർന്നാൻ പറ്റും. ഇനി ഈ ഒരു ഫേസ് ആണ് നമ്മൾ ഇതേപോലെ അപ്പറേക്ക് ആക്കുന്നത്. ഈ ഒരു ടൂൾ വെച്ച് മൂവ് ചെയ്തിട്ട് മാറ്റുകയാണെങ്കിൽ അതിന്റെ വ്യത്യാസം വേറെ ആയിരിക്കും. ഈ ഒരു ഫേസ് ക്ലിക്ക് ചെയ്തു, അതിനുശേഷം മൂവ് ചെയ്യുമ്പോൾ കണ്ട ഇതിനേക്കാൾ കുറച്ചുകൂടി സ്മൂത്ത് ആയിരിക്കും ഈ ഒരു പോർഷൻ കണ്ട കറക്റ്റ്. അപ്പൊ നമ്മൾ ഡീറ്റെയിൽസ് ആഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ആഡ് ഡീറ്റെയിൽസ്. അതിന് മുന്നേ നമ്മൾ ഒരു ഫേസ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഏതൊക്കെ ഏരിയയിലാണോ നമുക്ക് ഈ ഒരു ഫേസ് ക്ലിക്ക് ചെയ്യുക. ഈ ഒരു ഫേസ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ആഡ് ഡീറ്റെയിൽസ് നിൽക്കുകയാണെങ്കിൽ ജസ്റ്റ് ആ ഒരു ഫേസിനും കുറച്ച് സൈഡിലായിട്ടായിരിക്കും ക്രിയേറ്റ് ആവുക. നമുക്ക് ഒന്നിൽ കൂടുതൽ ഫേസ് ക്ലിക്ക് ചെയ്താൽ അത്ര ഏരിയയിലാവും. ഞാൻ ഈ രണ്ട് ഫേസ് സെലക്ട് ചെയ്തു, കൺട്രോൾ നിൽക്കുക, ഈ രണ്ട് ഫേസ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ആഡ് ഡീറ്റെയിൽസ് കൊടുക്കുകയായിരിക്കുക. ആഡ് ഡീറ്റെയിൽസ് കൊടുത്തു. അപ്പൊ കണ്ട അത്ര ഏരിയയിൽ കിട്ടിയ നമുക്ക് എവിടേക്കാണ് ഡീറ്റെയിൽസ് കുറച്ചുകൂടി കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നത് അവിടെ നമുക്ക് ആഡ് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ഇവിടെ കണ്ട
ഞാൻ വ്യൂ ജോമെട്രി ഹിഡൻ ജോമെട്രി ജസ്റ്റ് ഓൺ ആക്കി കൊടുക്കണം. അതിനുശേഷം കണ്ട ഈ ഓരോ ലൈൻസ് കണ്ട അത് നമുക്ക് ഡയറക്ഷൻ മാറ്റണമെങ്കിൽ ആഡ് ഡീറ്റെയിൽസ് ഫ്ലിപ്പ് അടിച്ച് കൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഫ്ലിപ്പ് അടിച്ച് നോക്കുക. ഫ്ലിപ്പ് അടിച്ച് നോക്കിയതിനു ശേഷം നമുക്ക് ഏതൊരു എഡ്ജാണ് മാറ്റേണ്ടത് അത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ ആ എഡ്ജ് മാറുന്ന കാണാൻ പറ്റും. അപ്പൊ എഡ്ജ് മാറുന്നതിനനുസരിച്ചും നമ്മൾ ഈ സ്മൂത്ത് ടൂൾ യൂസ് ചെയ്താൽ വ്യത്യാസം വരുന്നത് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് എങ്ങനെയൊക്കെയാണ് എഡ്ജ് മാറ്റേണ്ടത് അതിനനുസരിച്ച് എഡ്ജ് മാറ്റിയിട്ട് നമുക്ക് ഷേപ്പുകളും വ്യത്യാസം വരുത്താൻ പറ്റും. ഇതൊക്കെയാണ് സാൻഡ് ബോക്സ് ടൂൾ യൂസ് ചെയ്യുന്നത്. സാൻഡ് ബോക്സിൽ നമുക്ക് ഒരു കറക്റ്റ് ഷേപ്പിൽ തന്നെ അറ്റാച്ച് ചെയ്യണമെങ്കിൽ സ്റ്റാമ്പ് ആയിട്ടുള്ള ടൂൾ യൂസ് ചെയ്യാം. ഇപ്പൊ റെക്ടാങ്കിൾ ടൂളാ, അപ്പൊ അതേ ഷേപ്പിൽ തന്നെ നമുക്ക് ഇവിടെ കിട്ടും. ഒരു ഓഫ്സെറ്റ് ഡിസ്റ്റൻസിൽ നമുക്ക് നമ്മൾ എങ്ങനെയാണ് വരച്ചിട്ടുള്ളത് ഈ ഒരു ഷേപ്പ് ലാൻഡ്സ്കേപ്പ് ആ ഒരു ഷേപ്പിലേക്ക് അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഈ ഒരു ടൂൾ യൂസ് ചെയ്താൽ മതി. ട്രാപ്പ് കൊണ്ടുള്ള ടൂൾ കണ്ട. അപ്പൊ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക്